channel. Welcome to all friends. Subscribe. ഹലോ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ബാങ്ക് പിഴ ഈടാക്കാറുണ്ടോ? എങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കാണുക. നിങ്ങൾ ആദ്യമായി ബാങ്കിൽ പോയി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാനായി 1000 രൂപയോ 2000 രൂപയോ നൽകേണ്ടതായിട്ടുണ്ട്. ഓരോ ബാങ്ക് അടിസ്ഥാനപരമായിട്ട് എമൗണ്ടിൽ കൂടുകയും കുറയുകയും ചെയ്യാം. അങ്ങനെ നിങ്ങൾ 1000 രൂപ കൊടുത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എങ്കിൽ നമ്മുടെ അക്കൗണ്ട് അവിടെ ഉള്ള കാലം വരെയും ഈ 1000 രൂപ നിലനിർത്തി വരേണ്ടതായിട്ടുമുണ്ട്. എപ്പോഴെങ്കിലും നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാതെ ഈ 1000 രൂപയിൽ നിന്നും 500 രൂപ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ 1-ാം തീയതിയുടെ മുമ്പായി ആ എമൗണ്ട് തിരികെ കൊണ്ടുപോയിട്ട് 1000 രൂപയാക്കി മാറ്റേണ്ടതുണ്ട്. 1000-ന് മുകളിൽ എത്ര പൈസ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാവുന്നതാണ്. 1000 നമ്മൾ അവിടെ നിലനിർത്തേണ്ട മിനിമം ബാലൻസ് എന്ന് പറയുന്നത്. അതിന്റെ മുകളിലേക്ക് ക്യാഷ് ഉണ്ട്, നിങ്ങൾ അതിൽ നിന്നുമാണ് വിഡ്രോ ചെയ്തതെങ്കിൽ ആ എമൗണ്ട് അവിടെ തിരികെ കൊണ്ടുപോയി ഇടണമെന്നില്ല. എപ്പോഴും അവിടെ 1000 രൂപയായിട്ട് നിലനിർത്തേണ്ടതായിട്ടുണ്ട്. ആ 1000-ൽ നിന്നും നിങ്ങൾ 500 രൂപ എടുത്താൽ മാത്രമാണ് 1-ാം തീയതിയുടെ മുമ്പായിട്ട് ആ എമൗണ്ട് അവിടെ കൊണ്ടുപോയി തിരികെ ഫില്ല് ചെയ്ത് 1000 രൂപയാക്കി മാറ്റേണ്ടത്. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കാത്ത പക്ഷം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ബാങ്ക് പിഴ ഈടാക്കാറുണ്ട്. എന്നാൽ അങ്ങനെ ബാങ്കിന് പിഴ ഈടാക്കുവാനുള്ള അനുവാദമുണ്ടോ? എന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു മാർഗനിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശ പ്രകാരം പറയുന്നത്, നമ്മളെ അറിയിക്കാതെ ബാങ്കിനോ മറ്റു ധനകാര്യ സ്ഥാപനങ്ങൾക്കോ നമ്മുടെ അക്കൗണ്ട് മൈനസ് ആക്കിക്കൊണ്ട് പിഴ ഈടാക്കാനായിട്ട് ബാങ്കിനോ മറ്റു ധനകാര്യ സ്ഥാപനങ്ങൾക്കോ അധികാരമില്ല. നമ്മുടെ അക്കൗണ്ടിൽ മതിയായ ബാലൻസ് ഇല്ലെങ്കിൽ നമ്മളെ ആദ്യം SMS വഴിയോ മെയിൽ വഴിയോ ബാങ്കുകാർ നമ്മളെ അറിയിക്കണം. നിങ്ങളുടെ അക്കൗണ്ടിൽ മതിയായ ബാലൻസ് ഇല്ലാത്തതിനാൽ ഇത്ര ദിവസം കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ആ എമൗണ്ട് ഇട്ട് കീപ്പ് ചെയ്തില്ലെങ്കിൽ അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഞങ്ങൾ പിഴ ഈടാക്കുന്നതാണ് എന്ന സന്ദേശം നമ്മൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അത് SMS വഴിയോ മെയിൽ വഴിയോ ലഭിക്കണം. അവർ നൽകിയിരിക്കുന്ന ഡേറ്റിന് മുമ്പായി നമ്മുടെ അക്കൗണ്ടിൽ ആ എമൗണ്ട് കൊണ്ടുപോയി ഇട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപയാക്കി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പിഴ ഈടാക്കുന്നതല്ല. ബാങ്കുകാർ നൽകിയിരിക്കുന്ന ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് ആ എമൗണ്ട് അവിടെ കൊണ്ടുപോയി ഇടുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ നൽകിയിരിക്കുന്ന ഡേറ്റിന് ശേഷം നിങ്ങളെ 500-ൽ നിന്നും മൈനസ് ആക്കിക്കൊണ്ട് അവർ പിഴ ഈടാക്കുന്നതും ആണ്. ഇങ്ങനെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശ പ്രകാരം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് തത്സമയം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി നേരെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.